എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പേപ്പർ കലണ്ടറിന് വലിയ യൂസൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിപ്പോഴും യൂസാക്കുന്ന ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്, എൻ്റെ ഉമ്മ. അതിൽ ഓരോ ഡേറ്റിലും ഓരോ കാര്യങ്ങളും ഉമ്മ മെൻഷനാക്കി വെച്ചിരിക്കും. ഗ്യാസ് കുറ്റി തീർന്ന ദിവസം, പുതിയത് വെച്ച ദിവസം, പാലിൻ്റെ കണക്ക്, ഇനി ആ മാസത്തിൽ ആരൊക്കെ കല്യാണങ്ങൾ പഞ്ചായത്തിലും കുടുംബത്തിലും ഉണ്ടോ അവരുടെയൊക്കെ കല്യാണവും എഴുതി വെക്കും. ലൈഫിൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ വന്നതിന് ശേഷം ഞാനും എൻ്റെ ഉമ്മാനെ പോലെ ചെറിയൊരു കണക്കപ്പിള്ളി ആയിട്ടുണ്ട് കേട്ടോ. ഉമ്മ കലണ്ടറിൽ എഴുതി, ഞാനതൊരു ബുക്കിൽ എഴുതി. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇൻ മൈ ചൈൽഡ്ഹുഡ് എൻ്റെ ഉപ്പൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുഞ്ഞു ബുക്ക് പോക്കറ്റിൽ കാണും കേട്ടോ. എനിക്കും ഇക്കാക്കും എൻ്റെ ഉപ്പാൻ്റെ പഴയ ക്യാബിനറ്റിൽ നിന്ന് ഒരു പഴയ ഡയറി കിട്ടി. അതന്ന് വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പതിയെ പതിയെ വലുതായപ്പോൾ ആ ക്രിഞ്ചിനെസ് എനിക്കും കിട്ടി തുടങ്ങി. എല്ലാ അനുഭവങ്ങളും നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഞാൻ എഴുതാൻ തുടങ്ങി. ഐ ആം നോട്ട് എ റൈറ്റർ ആൻഡ് നോട്ട് എ ടോൾ നെറേറ്റർ. ബട്ട് എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ നല്ലതും ചീത്തയായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ഓർമ്മകൾ, നടക്കാതെ പോയ കുറേ പ്ലാനുകൾ, അങ്ങനെ ഞാൻ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ബുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രോബബ്ലി ദിസ് ഹാബിറ്റ് ഐ വിൽ ഹാവ് ഫോർ ദിസ് സ്റ്റഫ് ഓഫ് മൈ ലൈഫ്. ഇപ്പോൾ മോർണിംഗ് ടൈമിൽ 5 to 6 AM മാത്രമേ നമുക്ക് പുറത്ത് നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ പീക്ക് സമ്മർ ടൈമാണ്. എനിക്ക് മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ വാക്കിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടമുള്ള ഹാബിറ്റുകളിൽ ഒന്നാണ് ഈ വാക്കിങ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ആദ്യത്തെ ദോശ പാളിപ്പോയി, രണ്ടാമത്തത് സെറ്റായപ്പോൾ ഓടിപ്പോയി ക്യാമറ എടുത്ത് വന്നതാണ്. ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പം എൻ്റെ റൂംമേറ്റ് പ്രിയ പറയുക, അവൾ ദാലിട്ടിട്ട് പാലക്കറി വെച്ചിട്ടുണ്ടെന്ന്. പാലച്ചീരയില്ലേ, അതിൻ്റെ കറി. അതാണ് ഞാൻ ഈ അളന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അളന്നെടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദാലും ചീരക്കറിയാണ്. സാധാരണ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം രാവിലെ ചായ പതിവുള്ളതാണ്. ഇന്ന് ഭാഗ്യത്തിന് വെള്ളമാണ് യൂസ് ചെയ്തത്. നോട്ട് ദ പോയിൻ്റ്. പിന്നെ എനിക്ക് ഇരിപ്പൊന്നും ഉറക്കുന്നില്ല. കാൽ എങ്ങനെ വെക്കണം, തലയിൽ വെക്കണോ തറയിൽ വെക്കണോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ കാലൊന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. കപ്പ് ചെറുതായിട്ടൊന്ന് പാളി താഴെ വീണു ഗൈസ്. ഇനി ഞാൻ എൻ്റെ വാൾഡ്രോബ് പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ വാൾഡ്രോബ്. ബ്ലാക്കി എന്നതിൻ്റെ പേരൊന്നല്ല, ബ്ലാക്ക് കളറാണ്. പിന്നെ ഇതിൽ കുറേ സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഭംഗിക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഫുൾ പെണ്ണുങ്ങളാണ്. ഒരാൺകുട്ടി പോലും ഇതിൻ്റെ സ്റ്റിക്കേഴ്സിലില്ല, എല്ലാവരും പെണ്ണുങ്ങളാണ്. ഇനി ഇതിൻ്റെ അകമൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. സീ ഗൈസ്, ഞാൻ ഇത്രയ്ക്ക് ക്രൂവലായിട്ടാണ് എൻ്റെ വാൾഡ്രോബ് ഇട്ടിരിക്കുന്നത്. ഒന്നുകൊണ്ടല്ല, കഴിഞ്ഞ കപ്പിൾ ഓഫ് ഡേയ്സ് ഞാൻ നല്ല പോലെ സിക്കായിട്ടിരിക്കുകയാണ്. ഇനി ഇതാരും കണ്ട് കോപ്പിയൊന്നും അടിക്കണം. പിന്നെ എൻ്റെ ആരും തെറ്റിദ്ധരിക്കാൻ വേണ്ട, ഞാനിത് എപ്പോഴും നീറ്റാക്കി ഇങ്ങനെ ഇസ്തിരിട്ട് വെക്കുന്ന പോലെ വെക്കുന്ന ആളൊന്നുമല്ല. എൻ്റെ സറൗണ്ടിങ്സിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ മൈൻഡ്, എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ പോലെ ഇരിക്കും. ഞാൻ കുറച്ച് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇതെല്ലാം നീറ്റാക്കി എന്നെ കൊണ്ടുനടക്കും. ഓക്കെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരെയും പോലെ ഞാൻ ഒന്നും ചെയ്യില്ല, എല്ലാം വലിച്ച് വാരിയിട്ടും. ആക്ച്വലി ഇത് സംഭവിച്ച് ഞാൻ ഒരു 2 weeks മുന്നല്ലേ നാട്ടിൽ പോയിട്ട് വന്നത്. പക്ഷേ 1 month വെക്കേഷൻ ആയിരുന്നു. അതിന് പെട്ടെന്നാണ് ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ട് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനിക്കുകയാണ് നാളെ ഞാൻ പോകുന്നത്. രാത്രിയിൽ പെട്ടെന്ന് പർച്ചേസും പാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഹരിബറിയായിട്ട് പോയതാണ്. അപ്പോൾ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടതാണ്. വന്നിട്ട് എനിക്കൊന്ന് റെഡിയാക്കാനുള്ള സമയം കിട്ടിയില്ല. വന്നപ്പോൾ തൊട്ട് എനിക്ക് അസുഖമായിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓക്കെ ആയി വരികയാണ്. ഇനി ഇതും കൂടെ ഒന്ന് ക്ലീനാക്കി എടുക്കണം, നീറ്റാക്കി വെക്കണം. എല്ലാം കൂടെ ഇന്നൊരു ദിവസം കൂടെ ചെയ്യാനല്ല, കുറച്ച് ഇപ്പം ചെയ്തിട്ട് ബാക്കി നാളെ ചെയ്യും. ഓക്കെ. കുറേ സമയമെടുത്ത് വളരെ സ്ലോ ആയിട്ട് വാൾഡ്രോബ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്ത് റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്താൽ എനിക്ക് നല്ല പണി കിട്ടും. അറിയാലോ, ഞാൻ ഇപ്പോൾ സിക്ക് ലീവിലാണ്. ഇന്നിനി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. ഒരു ഡീപ്പ് കുളി അങ്ങ് പാസ്സാക്കി. കുഞ്ഞിക്കൂനലിൽ ദിലീപ് പറയുന്ന പോലെ നനവിൽ ഇതൊക്കെ പുരട്ടണമെന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ തേച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കുളി അങ്ങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുളിക്കണമെന്നില്ല, ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഫേസ് അങ്ങ് ഡ്രൈ ആവും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഞാൻ ശീലമാക്കിയിരിക്കുകയാണ്. ഇതൊന്നും ആരും പട്ടിഷമായിട്ട് കാണരുത് കേട്ടോ. എനിക്കൊരു ടൈമിൽ നല്ലപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്. പക്ഷേ ഞാൻ ഇതിന് മുമ്പ് ഹെർബൽ പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്തിട്ടില്ല. സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിമ്പിൾസ് വരുന്നത് നല്ല കുറവുണ്ട്.
ഇതാണ് എൻ്റെ ലഞ്ച്. ചോറിനേക്കാൾ കൂടുതൽ കറിയാണല്ലോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. സത്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ കറി ഞാൻ അളന്നാണ് എടുക്കുന്നതെന്ന്. എനിക്കത് ഉച്ചക്കലേക്കും കൂടിയുള്ള കറിയാണ്. അത് അവൾ അവിടെ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഉച്ചക്കും കൂടെ കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കറി എടുത്തതാണ്. പക്ഷേ എടുത്തത് കുറച്ച് ഓവറായിപ്പോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും കറീൻ്റെ ആവശ്യമില്ല. പക്ഷേ കറി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പാലക്കും ദാലും ഒരുമിച്ചിട്ട് വെച്ച കറി ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഞാനത് കഴിക്കുന്നത്. അവളിങ്ങനെ ഓരോ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കും. എന്നേക്കാളും മിടുക്കിയാണ്. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. നല്ല ടയേർഡാണ്. എന്തോ എനിക്ക് പനി വരുന്ന പോലെ ഉണ്ടായിരുന്നു. വരുന്ന പോലെയല്ല, പനി ഉണ്ടായിരുന്നു. എനിക്കിനി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകണം. ചെക്കപ്പിന് പോകാൻ വേണ്ടി റെഡിയായി താഴെ ഞാൻ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കോയിൻസിഡൻ്റലി ഞാൻ ക്യാമറ ഓണാക്കി അങ്ങോട്ട് തിരിച്ചപ്പോഴേക്ക് ആ കോർണറിൽ നിന്ന് ദേ എനിക്ക് പോകാനുള്ള ടാക്സി വരുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് ഒരിക്കലും ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ 2 ഡേയ്സ് മുന്നേ ഒബ്സർവേഷനിൽ കാഷ്വാലിറ്റി കിടന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടർ സർജറി ഡോക്ടർക്കും ഗൈനക് ഡോക്ടർക്കും എന്നെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗൈനക്കായിട്ട് സംബന്ധമായിട്ടുള്ള പെയിൻ ആയിരിക്കും എൻ്റെ ബ്രസ്റ്റ് പെയിൻ എന്ന് എന്നോടപ്പോൾ പറഞ്ഞു. എന്തോ പീരിയഡ്സ് ടൈമിൽ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവുന്നു, അതായിരിക്കും എന്നും പറഞ്ഞ് എന്നെ ഫോഴ്സ്ഫുള്ളി എന്നെ അതിലേക്ക് റെഫർ ചെയ്തതാണ്. പക്ഷേ ഞാനപ്പം അതിന് വില്ലിങ് അല്ലായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ സർജൻ ഡോക്ടറെ തന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഒബ്സർവേഷന് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നതാണ്. ഡോക്ടർ കാണാൻ വേണ്ടിയിട്ട് വൈറ്റൽസ് നോക്കിയപ്പോഴാണ് എനിക്ക് പനി ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുവരെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഒക്കെ മതി, പനിക്ക് ഞാൻ വേറെ ഒന്നും എഴുതുന്നില്ല. ഈ കാര്യത്തിൽ ഗൈനക്കൽ ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നും പ്രത്യേകിച്ച് സജഷൻസ് ഒന്നും ഇല്ലയെന്നും പിന്നെ എനിക്കൊരു വിറ്റമിൻ ഇ കണ്ടൻറ്റുള്ള ഒരു മെഡിസിൻ മാത്രമേ എഴുതുന്നു. അത് ചിലപ്പോൾ എൻ്റെ പെയിനിന് ഹെൽപ്പ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സർജൻ ഡോക്ടറെ കണ്ട് കറക്റ്റ് ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് സെൽഫ് എക്സാമിനൊക്കെ ചെയ്ത് പോരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴുള്ള ബ്രസ്റ്റ് പെയിൻ കുറഞ്ഞോളും, കുറച്ച് റെസ്റ്റ് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. സിക്ക് ലീവിലാണെന്ന് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മന്ത് കഴിഞ്ഞാലുള്ള ഫോളോ അപ്പ് മുടക്കരുതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എവിടുന്നോ ഒരു ടെൻഷൻ കയറി. റൂമിലെത്തി ഉച്ചയ്ക്ക് ബാക്കി വന്ന ഫുഡൊക്കെ ചെറുതായിട്ട് തട്ടിക്കൂട്ടി കഴിച്ചിട്ട് വേഗം മെഡിസിനൊക്കെ കഴിച്ച് ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് ആവശ്യത്തിലേറെ ടയേർഡാണ് കേട്ടോ. ഒട്ടും വയ്യ, പനിയുള്ളതുകൊണ്ടാവും. എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ ബെറ്റർ ഡേയ്സിനായിട്ട് വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഒരുപാട് പേരുടെ ദുആ ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, അങ്ങനെ പറയുന്നതാണ് നല്ലത്. പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ബൈ.